ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നെറ്റ് അക്കാദമി. ഈ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇവാലുവേഷൻ സിസ്റ്റവും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻസും ആണ്. കുട്ടികളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇവാലുവേഷൻ. നമ്മൾ എടുത്ത കാര്യങ്ങൾ എത്രത്തോളം അവർ ആക്സെപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ എത്രത്തോളം അവരിലേക്ക് എത്തി എന്നറിയാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രോസസ്സാണ് ഇവാലുവേഷൻ. ടു ബ്രിങ് ക്വാളിറ്റേറ്റീവ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷനിൽ ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക. ദെൻ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. നമ്മൾ ക്ലാസ് ടെസ്റ്റുകളായിട്ട് നടത്തുന്നുണ്ട് ഇവാലുവേഷൻ, അതുപോലെ തന്നെ ഇയർ എൻഡ് എക്സാംസ് ആയിട്ട് നടത്തുന്നുണ്ട്. സോ കണ്ടിന്യൂസ്ലി നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഇവാലുവേഷൻ. ദെൻ ഇവാലുവേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് the extent to which educational objectives are achieved by students. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്, നമ്മൾ അവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ അവർ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ അച്ചീവ് ചെയ്തു എന്നറിയാൻ വേണ്ടി നടത്തുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സ്. അത്രയാണ് ഇവാലുവേഷൻ. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻസ് ഉണ്ട്. ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, ഫോർമേറ്റീവ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ, ക്രൈറ്റീരിയൻ റെഫർ ടെസ്റ്റ് ആൻഡ് നോം റെഫർ ടെസ്റ്റ്. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം വരുന്നത് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആണ്. ഒരു പ്രീ അസസ്മെൻറ്റ് ടെസ്റ്റാണ് ഈ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ടീച്ചർ ക്ലാസ്സിലൊരു പുതിയ ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു പുതിയ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നടത്തുന്ന ഒരു എക്സാം. ഇത് നടത്തുന്നതിൻ്റെ അഡ്വാൻറ്റേജ് കുട്ടികൾക്ക് എത്രത്തോളം ആ ടോപ്പിക്കിൽ നോളജ് ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ടീച്ചറിനെ ഹെൽപ്പ് ചെയ്യും. സോ ഇറ്റ് അലൗസ് എ ടീച്ചർ ടു ഡിറ്റർമൈൻ സ്റ്റുഡൻസ് ഇൻഡിവിജ്വൽ സ്ട്രെങ്ത്സ്, വീക്ക്നെസ്, നോളജ് ആൻഡ് സ്കിൽസ് പ്രയോർ ടു ദ ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷന് മുമ്പായിട്ട്, അതായത് ക്ലാസ് എടുക്കുന്നതിന് മുൻപായിട്ട് കുട്ടികളുടെ സ്ട്രെങ്ത്സ്, വീക്ക്നെസ്, അതുപോലെ തന്നെ അവർക്ക് ആ ടോപ്പിക്കിലുള്ള നോളജ്, അവരുടെ സ്കിൽസ് എല്ലാം അറിയാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. Then conducting a pre-test to determine what the students already know about the topic. ടോപ്പിക്കിനെ കുറിച്ച് എത്രത്തോളം അവർക്കറിയാം. Then it is useful for curriculum planning. ഈ ഡയഗ്നോസ്റ്റിക് എവാലുവേഷൻ്റെ റിസൾട്ട് യൂസ് ചെയ്തിട്ടായിരിക്കും കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളൊരു ഡിസിഷനിൽ ടീച്ചർ എത്തുന്നത്. ദെൻ അടുത്തത് വരുന്നതാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ഡ്യൂറിങ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ടു മോണിറ്റർ ദ ലേണിംഗ് പ്രോസസ്. ടീച്ചിങ് പ്രോസസ്സിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇവാലുവേഷനാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു കുട്ടികളുടെ അടുത്ത്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് ടെസ്റ്റുകൾ നടത്തുന്നു, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോർഷൻ പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് അതിനെ ബേസ് ചെയ്ത് ടെസ്റ്റ് പേപ്പേഴ്സ് നടത്തുന്നു. ഇതെല്ലാം വരുന്നത് ഫോർമേറ്റീവ് ഇവാലുവേഷനിലാണ്. ദെൻ ഇറ്റ് ഈസ് ഡെവലപ്മെൻ്റൽ ഇൻ നേച്ചർ. ടീച്ചർ മേക്ക് സ്മോൾ ടെസ്റ്റ് ഫ്രം ലിമിറ്റഡ് കണ്ടന്റ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ചെറിയൊരു പോർഷനിൽ നിന്ന് ചെറിയ ചെറിയ ടെസ്റ്റ് പേപ്പേഴ്സ് നടത്തുക. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് ടു ദ ടീച്ചർ. ഈ ഒരു ടൈപ്പ് ഓഫ് ഇവാലുവേഷനിലൂടെ തങ്ങൾ എടുക്കുന്ന മെത്തേഡ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ടീച്ചിങ് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്ന് ടീച്ചറിന് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് റെഗുലർ പ്രോസസ്സ്. റെഗുലറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ദെൻ അടുത്തത് വരുന്നതാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഇറ്റ് ഈസ് ഡൺ അറ്റ് ദ കംപ്ലീഷൻ ഓഫ് ദ പ്രോഗ്രാം ഓർ സിലബസ്. ഒരു കംപ്ലീറ്റ് സിലബസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ കംപ്ലീറ്റ് കോഴ്സ് കഴിയുമ്പോൾ ഏറ്റവും അവസാനം നടത്തുന്ന ഒരു എക്സാമാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഫോർ എക്സാമ്പിൾ, ആനുവൽ എക്സാം. ഇയർ എൻഡിൽ നമുക്ക് ആനുവൽ എക്സാംസ് വരുന്നുണ്ട്. അത് സമ്മേറ്റീവ് ഇവാലുവേഷൻ ഒരു എക്സാമ്പിളാണ്. ദെൻ ദ ടെസ്റ്റ് ഐറ്റംസ് ആർ പ്രിപ്പയർഡ് ഫ്രം ദ ഹോൾ കണ്ടന്റ് ഏരിയ. മൊത്തം ഈ ഒരു ഇയറിൽ എന്താണോ പഠിച്ചത് അതിനെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു സമ്മേറ്റീവ് ഇവാലുവേഷൻ്റെ ടെസ്റ്റ് നടത്തുന്നത്. ദെൻ ക്യുമുലേറ്റീവ് റെക്കോർഡ്, ടെർമിനൽ ഇൻ നേച്ചർ. ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം നടത്തുന്ന ഒരു എക്സാമാണിത്. അതോടുകൂടി ആ ഇയർ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ പർപ്പസ് ഈസ് ടു ഇവാലുവേറ്റ് സ്റ്റുഡൻസ് അച്ചീവ്മെൻറ്റ്. എത്രത്തോളം ആ കോഴ്സിൽ നിന്ന് കുട്ടികൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇവാലുവേഷനാണിത്. ദെൻ ഇറ്റ് ഹെൽപ്സ് എ ടീച്ചർ ടു നോ ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ ഇൻസ്ട്രക്ഷണൽ പ്രൊസീജിയർ. തങ്ങൾ ക്ലാസ് എടുത്ത രീതി എത്രത്തോളം അത് കുട്ടികളിലേക്ക് എത്തി എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ഇവാലുവേഷൻ്റെ ഔട്ട്കം കൊണ്ട് ടീച്ചറിന് പറ്റും. ഇറ്റ് കൺസിഡർ ഇവാലുവേഷൻ ആസ് എ പ്രൊഡക്റ്റ്. ഇവാലുവേഷൻ ഇവിടെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ഇയർ എൻഡിൽ നടത്തുന്ന എക്സാമിൻ്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അടുത്ത ഇയറിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുന്നത്. സോ ഇത്രയാണ് സമ്മേറ്റീവ് ഇവാലുവേഷനിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്തത് വരുന്നതാണ് ക്രൈറ്റീരിയൻ റെഫേർഡ് ടെസ്റ്റ് ആൻഡ് നോം റെഫേർഡ് ടെസ്റ്റ്. ഇത് രണ്ടും ഈസി ആണെങ്കിലും മാറിപ്പോവാൻ കുറച്ച് ചാൻസ് ഉള്ളതാണ്. സോ ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യത്തെ ക്രൈറ്റീരിയൻ റെഫേർഡ് ടെസ്റ്റ്.
ഇറ്റ് കമ്പയർ എ പേഴ്സൺസ് നോളജ് ഓർ സ്കിൽസ് അഗെയിൻസ്റ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ്. ഒരു കുട്ടിയുടെ നോളജിനെ ഒരു പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യാണ് ക്രൈറ്റീരിയൻ റെഫേർഡ് ടെസ്റ്റിൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ കട്ട് സ്കോർ. ഒരു എക്സാം നടന്നു കഴിയുമ്പോൾ നമ്മളൊരു കട്ട് സ്കോർ പ്ലേസ് ചെയ്യും. പിന്നെ ഒരു കുട്ടിക്ക് കിട്ടിയ മാർക്കിനെ ആ കട്ട് സ്കോറുമായിട്ട് കമ്പയർ ചെയ്ത് ആ കുട്ടി ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നതെന്ന് തീരുമാനിക്കും. ലോ കാറ്റഗറിയിലാണോ, അതോ ആവറേജ് കാറ്റഗറിയിലാണോ, അതോ ഗുഡ് ആയിട്ടാണോ പെർഫോം ചെയ്തത്. ഇങ്ങനെയൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രൈറ്റീരിയൻ റെഫേർഡ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വിതൗട്ട് കൺസിഡറിങ് ഹൗ ദ അതർ സ്റ്റുഡൻസ് പെർഫോം ദ ടെസ്റ്റ്. ആ ടെസ്റ്റിൽ മറ്റുള്ള കുട്ടികൾ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് ഈ CRTയിൽ ക്രൈറ്റീരിയൻ റെഫേർഡ് ടെസ്റ്റിൽ കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ അടുത്തത് വരുന്നത് NRT, നോം റെഫേർഡ് ടെസ്റ്റ്. ഇതിൽ ഒരു കുട്ടിയുടെ മാർക്കിനെ മറ്റുള്ളവരുടെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ റാങ്ക് സിസ്റ്റം. ഒരു എക്സാം നടന്നു കഴിയുമ്പോൾ എല്ലാ കുട്ടികളുടെയും മാർക്ക് കമ്പയർ ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടിക്കാണ് നമ്മൾ ഫസ്റ്റ് റാങ്ക് കൊടുക്കുന്നത്. ദെൻ സെക്കൻഡ് പ്ലേസിൽ വരുന്ന കുട്ടിക്ക് സെക്കൻഡ് റാങ്ക് കൊടുക്കും. അങ്ങനെ നമ്മൾ റാങ്ക് ഡിസൈഡ് ചെയ്യും. സോ ഇങ്ങനെ ഒരു റാങ്ക് സിസ്റ്റം നടത്തുന്നതാണ് നോം റെഫേർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ക്രൈറ്റീരിയൻ റെഫേർഡിൽ ഒരു ഇൻഡിവിജ്വലിനെ മാത്രം കമ്പയർ ചെയ്യുന്നു. ബട്ട് നോം റെഫേർഡ് ടെസ്റ്റിൽ ഒരു കുട്ടിയുടെ മറ്റുള്ള കുട്ടികളുടെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അതാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്. അടുത്ത ഒരു ടൈപ്പ് ഓഫ് ഇവാലുവേഷനാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ഒരു കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള കഴിവുകളെയും ഇവാലുവേറ്റ് ചെയ്യാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനിൽ ചെയ്യുന്നത്. ദെൻ CCE helps in identifying his or her learning difficulties at regular time intervals. കുട്ടികളുടെ പഠിക്കുന്ന തലത്തിലുള്ള ബുദ്ധിമുട്ടുകളെ കണ്ടുപിടിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല അതിനൊരു സ്യൂട്ടബിൾ സൊല്യൂഷനും കണ്ടുപിടിക്കാൻ CCE ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ എയിംസ് ഓഫ് CCE. ഫസ്റ്റ് വൺ, ആസസ് എവറി ആസ്പെക്ട് ഓഫ് സ്റ്റുഡൻറ്റ് ഡ്യൂറിങ് ദെയർ പ്രസൻസ് അറ്റ് ദ സ്കൂൾ. സ്കൂളിൻ്റെ ടൈമിൽ കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള കഴിവുകളെയും ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അക്കാദമിക് രീതിയിലുള്ള ഇവാലുവേഷൻ മാത്രമല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഇവാലുവേഷനാണ് CCEയിൽ നടക്കുന്നത്. ദെൻ CCE ഹെൽപ്സ് ഇൻ മിനിമൈസിങ് ദ സ്ട്രെസ് ഓൺ ചിൽഡ്രൻ. ഒരു ഇയർ എൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു എക്സാം നടത്തുന്നതിന് പകരമായിട്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ടെസ്റ്റുകളായിട്ട് നടത്തുന്നു. സോ കുട്ടികളിലെ ആ മെൻ്റൽ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ദെൻ ഇറ്റ് പ്രൊവൈഡ് എ ടൂൾ ഫോർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ. കുട്ടികളുടെ ഡിഫിക്കൽട്ടീസ് എവിടെയൊക്കെയാണ് അത് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ കറക്റ്റ് ചെയ്യാനും പറ്റും. ദെൻ ഇറ്റ് പ്രൊഡ്യൂസ് ലേണേഴ്സ് വിത്ത് ഗ്രേറ്റർ സ്കിൽ. നല്ല കഴിവുള്ള കുട്ടികളായിട്ട് മാറ്റാൻ പറ്റും. ഇൻ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ചൈൽഡ്സ് പേഴ്സണാലിറ്റി. എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. അക്കാദമിക് മാത്രമല്ല എക്സ്ട്രാ കരിക്കുലർ ഡെവലപ്മെൻറ്റ് കൂടെ ഈ ഒരു CCEയിൽ നടക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ഇവാലുവേഷൻസ്. ഇനി നമുക്ക് പ്രീവിയസ് ഇയറിൽ ഈ ടൈപ്സ് ഓഫ് ഇവാലുവേഷനെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് അസസസ് എ സ്റ്റുഡൻറ്റ്സ് പെർഫോമൻസ് ഡ്യൂറിങ് ഇൻസ്ട്രക്ഷൻ. ഇവിടെ നമ്മൾ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം ഡ്യൂറിങ് ഇൻസ്ട്രക്ഷൻ ആണ്. ഒരു കോഴ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നടത്തുന്ന ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ. ഓഫ് കോഴ്സ് അത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, which of the following usually occurs regularly throughout the instruction process. ഇൻസ്ട്രക്ഷൻ പ്രോസസ്സിൽ ത്രൂ ഔട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റി, അതിൻ്റെയും ആൻസർ ഫോർമേറ്റീവ് ഇവാലുവേഷൻ തന്നെയാണ്. which of the following helps instructor to change or improve method of teaching. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതി മാറ്റണമെന്ന് ടീച്ചർക്ക് മനസ്സിലാവുന്നത് ഏത് ടൈപ്പ് ഓഫ് ഇവാലുവേഷനിലൂടെയാണ്? ആൻസർ വരുന്നത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ബിക്കോസ് ഫോർമേറ്റീവ് ഇവാലുവേഷനിലാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് ടെസ്റ്റുകൾ നടത്തുന്നത്, അല്ലെങ്കിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ ഈ ഒരു വേയിലൂടെ നമ്മൾ പഠിപ്പിക്കുന്ന രീതി കുട്ടികൾക്ക് എത്രത്തോളം എഫക്റ്റീവ് ആവുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ ആൻസർ ഇസ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കമ്പയർസ് സ്റ്റുഡൻസ് പെർഫോമൻസ് എഗെയിൻസ്റ്റ് അതർ സ്റ്റുഡൻസ്. ഒരു കുട്ടിയുടെ പെർഫോമൻസിനെ മറ്റുള്ള കുട്ടികളുടേതുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഇവാലുവേഷനാണ്? norm referred test. So answer is norm referred test. Thank you.